ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക പുലിയാട്ടോ പത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ വി.ഡി. സതീശൻ സാറ് കയറിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കയറിയപ്പോൾ തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങി. എന്തായാലും അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ലഹരി വിമുക്ത കേരളമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. എൻ്റെ പേര് ഓപ്പറേഷൻ തൂഫാൻ. എന്തായാലും അത് നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ലഹരിയെ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. എല്ലായിടത്തും പോലീസിന്റെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും തൂത്തുവാരി അന്വേഷണവും കാര്യങ്ങളും അറസ്റ്റും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ലഹരിയുടെ ഉപയോഗം. അതായത് പ്രത്യേകിച്ച് കുട്ടികളെ വരെ ഈ ഒരു ലഹരിക്കൊക്കെ അടിമയാക്കുന്ന രീതിയിലുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന നമ്മുടെ രമേശ് ചെന്നിത്തല സാറിന്റെ ആ ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പോലീസുകാരാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു വിഷയത്തിൽ അവരുടെ ആ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ ഏറ്റവും ഒരു മുഖ്യമന്ത്രിയോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇതുപോലുള്ള, ഇപ്പൊ നമ്മൾ ആ ഒരു തുടക്കത്തിലെ വീഡിയോ കണ്ടല്ലോ, കുറെ ഉണ്ട് പബ്ലിക്കായിട്ട് ഇമാതിരി അപരാധങ്ങൾ കാണിച്ച് റീൽസിന്റെ പേരില് ഓരോ അവളുമാരും അവന്മാരും കാണിച്ചു കൂട്ടുന്നത് ഇതും ഒന്ന് നിർത്തലാക്കി തരണം. കാരണം ഇതൊരു അഭ്യർത്ഥനയാണ്. സോഷ്യൽ മീഡിയയിൽ ഇമാതിരി അപരാധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മടുത്തു. ഇതിനെതിരെയൊക്കെ നമ്മൾ ഒരുപാട് പ്രതികരിച്ചു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കൂടിക്കൂടി വരികയാണ്. റീൽസിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങൾ ഇതും ഒരു രീതിയിൽ നമ്മുടെ കുട്ടികളെയൊക്കെ ബാധിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതും ഒന്ന് നിർത്തലാക്കി തരണം. ഇതൊരു അപേക്ഷയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സലിംകുമാർ, നമ്മുടെയൊക്കെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായിട്ടുള്ള സലിംകുമാറിന്റെ മരണം മലയാളികളെ മൊത്തത്തില് സങ്കടത്തിലാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മീഡിയക്കാര്, നമുക്കറിയാം ഇപ്പൊ ഈ ഓൺലൈൻ ചാനലുകാരുടെ, ഇത് എപ്പോഴാ നോക്കിയാലും ഓൺലൈൻ ചാനലുകാരുണ്ട്. അതിപ്പോ മരണം ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, എന്താണെങ്കിലും അവിടെയൊക്കെ ഉണ്ടാവും കുറെ ഓൺലൈൻ മീഡിയാസ്. അപ്പോൾ ഇതുപോലെ സലിംകുമാറിന്റെ ആ ഒരു മരണ ചടങ്ങിലും കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം അവിടെ സലിംകുമാറിന്റെ ചടങ്ങുകൾ പോലും മക്കൾക്കോ അല്ലെ കുടുംബക്കാർക്കോ ചടങ്ങുകൾ പോലും ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു. അവസാനം സലിംകുമാറിന്റെ മൂത്ത മകനായിട്ടുള്ള ചന്തു ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയും മാധ്യമങ്ങളെ അവരോടൊക്കെ രോക്ഷത്തിൽ സംസാരിക്കുന്നു. അത് വലിയ രീതിയിലൊരു വിവാദമായിരുന്നു. ഈ ഓൺലൈൻ മീഡിയാസ് തന്നെയാണ് ഈ മാതി പരിപാടികളൊക്കെ കാണിച്ചത്. അപ്പൊ അതില് എത്രയും പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരണം. അതായത് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും സലിംകുമാറിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോലും ഈ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് മാറി നിൽക്ക്, അവർ ആ ചടങ്ങുകളൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ കുറെ ഓൺലൈൻ മീഡിയാസ് ആണ് ഇതുപോലുള്ള കുറെ അപരാധ റീൽസുകൾ കുറെ ഉണ്ട്. കുറെ അവളുമാരും കുറെ അവന്മാരും ഇതിനു വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പറ്റത്തില്ല ഇതുപോലുള്ള അവളുമാരുടെ അവന്മാരുടെ അഴിഞ്ഞാട്ടം കൊണ്ട്. ശരിയായി പിടിച്ചത് പിടിച്ചു. അയ്യോ കണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരു അഭ്യർത്ഥനയാണ്. ഇതുപോലുള്ള അപരാധങ്ങൾ കൂടി ഒന്ന് നിർത്തി തരണം. ലഹരിയെ പോലെ തന്നെ വളരെ അധികം അപകടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതുപോലുള്ള റീൽസ് ചിത്രീകരണം. എപ്പോഴാ നോക്കിയാലും കുറെ അലവലാദികളായിട്ടുള്ള പെണ്ണുങ്ങളും കുറെ അവന്മാരും ഉണ്ടാവും ഇതുപോലെ അഴിഞ്ഞാട്ടം കാണിക്കുന്നു. റീൽസിന്റെ പേരിലുള്ള ചിത്രീകരണമാണ്
കിടന്ന് കാണിക്കുന്നുണ്ടല്ലോ, കടപ്പുറത്ത് കിടന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങൾ നമ്മളൊക്കെ ഇപ്പൊ കേൾക്കാറുണ്ടല്ലേ. കുളിക്കാൻ ഇറങ്ങിയപ്പോ കുട്ടികൾ അല്ലെങ്കിൽ തിരയിൽപ്പെട്ടു മരിച്ചു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതുപോലുള്ള അവളുമാരൊക്കെ പോയി കിടന്ന് എന്തൊക്കെ കൂത്താട്ടങ്ങളാ കാണിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. ഈ ഒരു മഴ സമയത്തൊക്കെ ഈ കടൽ തീരത്തൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര തിരയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതുപോലുള്ള മാരണങ്ങൾ എവിടെ ചെന്ന് എന്ത് കാണിച്ചാലും ഒരു കുഴപ്പവും ഇല്ല. ഒന്നും അറിയാത്ത കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ കടലിലൊക്കെ പോകുന്ന സമയത്ത് തിരയിൽപ്പെട്ടു മരണപ്പെട്ടു എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതിനെ പോലുള്ളതൊക്കെ എന്തൊക്കെയാ പോയി കടന്ന് കടപ്പുറത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിച്ചു പോവാണ്. ഇതിനൊക്കെ വേറെ വല്ല പരിപാടിയും ചെയ്തുകൂടെ? ഇപ്പോഴും ഉണ്ട് കുറെ ഇതിന് വേണ്ടിയിട്ട്, ഇതുപോലുള്ള അപരാധങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് കുറേയധികം ഇൻസ്റ്റാ പേജുകളുണ്ട്. ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഇതുപോലുള്ള കുറെ പേജുകളുണ്ട്. അതുപോലുള്ളതൊക്കെ ഒന്ന് നിർത്തലാക്കി തരണം. ഇതൊരു അപേക്ഷയാണ്. കാരണം ഇതുപോലുള്ള മരവാഴകളുടെ ഇതുപോലുള്ള അഴിഞ്ഞാട്ടം കണ്ടു കണ്ട് മടുത്തു. നമ്മൾ എത്രയൊക്കെ ഇതൊക്കെ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ എത്രയൊക്കെ ബ്ലോക്ക് ചെയ്താലും വീണ്ടും വീണ്ടും ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിനു മുന്നേ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അവരെ കണ്ടാൽ തന്നെ അറിയാം അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്ന് വൈറലാകണം, ഒന്ന് റീച്ച് കിട്ടണം. അതിനു വേണ്ടിയിട്ട് എന്ത് കാണിക്കാനും ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര ഒരു ത്വരയായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആൾക്കാരില്ല. ഇങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണോ ഇതിനെയൊക്കെ? അയ്യോ, എന്റെ മാല കാണാനില്ല. ഡയമണ്ടിന്റെ മാല ഇരുന്നത് ദൈവമേ, കടല് കൊണ്ടുപോയി. മാല പോയി. നമ്മ ഇവിടെ അല്ലേ? എടാ, ഞാൻ എത്ര കാശ് കുറി വെച്ചുണ്ടാക്കിയ മാല എന്നറിയോ? എത്ര കാലം സേവ് ചെയ്തിട്ടുണ്ടാക്കിയതാ ഒരു ഡയമണ്ടിന്റെ മാല ഇടാൻ കൊതിച്ചിട്ട്. സൂക്ഷിക്കണ്ടേ? അവിടെ നോക്ക്. എടാ, എന്റെ മാല കിട്ടിയാ? അതേവരെ നന്നായി. കല്യാണത്തിന് ശരിക്കും ഒന്ന് കെട്ടാൻ പറ്റില്ല, ടെൻഷനായിരുന്നു. കെട്ടിയത് ശരിക്കും സുഭദ്രയെടുത്തിയാ. ഇന്ന് സമാധാനമായിട്ട് കെട്ടികളെ. ഭൂമിയുടെ ഈ മുനമ്പിൽ വെച്ച് 3 സാഗരങ്ങളെയും കന്യാകുമാരിയായ ദേവിയെയും സാക്ഷി നിർത്തി ബാലചന്ദ്രൻ നിമ്മിയെ താലി ചാർത്തി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് ഇതുപോലുള്ള അപരാധങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള റീൽസ് ചിത്രീകരണങ്ങൾ ഒന്നും നിർത്തലാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ച് മടുത്തു. നല്ല രീതിയിലുള്ള റീൽസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യട്ടെ, പക്ഷെ ഇത് ഒരുമാതിരി ഈ ഞരമ്പ് രോഗം പിടിച്ച ആൾക്കാർ കാണിക്കുന്ന പോലത്തെ പരിപാടികളാണ്. എനിക്ക് പറയാനുള്ളത്, അത്രയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമാണെന്നുണ്ടെങ്കിൽ പിന്നെ മുള്ളിമുരിക്കലും പോയി കയറിയാൽ പോരെ. കാരണം അമ്മാതിരി അപരാധങ്ങൾ ഇതൊക്കെ പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന റീൽസ് ചിത്രീകരണം. എന്തുവാ, തൊടല്, പിടിക്കല്, കെട്ടിപ്പിടിക്കല്, എന്നിട്ട് ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈറലാകാനായിരിക്കും. കഷ്ടം തന്നെ. എന്തായാലും ഒരു അഭ്യർത്ഥനയാണ്, ഇതുപോലുള്ള അപരാധങ്ങളോട് ഒന്ന് നിർത്തി തരണേ.